Hi friends, welcome to my channel. ഞാൻ ഇന്നൊരു ന്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യുകെയിലെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും ബെറീസും ഒക്കെ വളരുന്നുണ്ട്. അതായത് മുന്തിരിയും ആപ്പിളുകളും ബ്ലൂബെറിയും അങ്ങനെ ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഗൈസ്, ഇത് ബ്ലൂബെറി ആണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. സോ നമുക്ക് വെറുതെ കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല മധുരമാണ്. ഇപ്പോൾ വന്നേ ഉള്ളൂ. എല്ലാ ദിവസവും നമുക്ക് ചെറുതായി കിട്ടും. കുറേ നാളാണ് ഞാൻ കുക്കിംഗ് ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ. നമ്മളൊരു കുക്കറാണ് എടുത്ത് വയ്ക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ ഗ്രീൻ പീസ് ആണ് ഉണ്ടാക്കാൻ വരുന്നത്. പിന്നെ ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും വച്ചിട്ടുണ്ട്. നമ്മളത് ഇങ്ങോട്ടിടാണ്. പിന്നെ വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം. നല്ലതുപോലെ അടച്ചിട്ട് 5 വിസിൽ വരുന്നതാണ് നമ്മൾ വയ്ക്കുന്നത്. ഗ്രീൻ പീസ് കറി എന്ന് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ കറിയാണ്. എന്താ വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല കറി തന്നെയാണ്. മാത്രമല്ല അത് ഭയങ്കര എളുപ്പത്തോടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും അത് ട്രൈ ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിൽ പറ്റും. കുറച്ച് സാധനങ്ങൾ മാത്രം അത് മതി. ഇത് ഞാനിപ്പോൾ കുക്കറിനകത്താണ് വെച്ചേക്കുന്നത്. അതല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്ക് കടായിലും വെക്കാറുണ്ട്. പക്ഷേ കുക്കറിനകത്ത് വെക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടത് വേവും. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറി കിട്ടും. അതാണ് ഞാൻ കുക്കറിനകത്ത് വെച്ചത്. കടായിക്ക് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഈ കുക്കറിന് 5 വിസിൽ കഴിഞ്ഞു. ഇനി നമ്മൾ കടുക് വറക്കാൻ പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് കടുക് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിക്കുക. അതൊട്ട് കഴുകിടണം. പക്ഷേ എനിക്ക് കടുക് പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. പേരൻസിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ആരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വെന്ത ഗ്രീൻ പീസ്
കടുക് വറുത്തതിനകത്ത്. നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ പുട്ടോ ഇഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം.